നമസ്കാരം. കളി മാറുകയാണ്. ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ പോവുകയാണ്. ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം ചിലപ്പോൾ തെറിക്കും. ഇത് പലരും ആഗ്രഹിച്ചിരുന്ന വാർത്തയായിരിക്കും. പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകൾക്ക് കുറച്ചുകൂടെ കനം വന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നുള്ള നിർണായകമായ ചോദ്യം നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഡെമോക്രാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ആ ഓഫീസിൽ നിന്നും എത്രയും പെട്ടെന്നേക്ക് മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻസ് പൂർണ്ണമായും ട്രംപിനെതിരായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിന് ഒരു ആവശ്യവുമില്ല എന്ന് അമേരിക്കൻസിന് കൃത്യമായിട്ട് അറിയാം. ട്രംപിൻ്റെ നടപടികൾക്കെതിരെ കൃത്യമായി വന്നിട്ടുണ്ട്. 3, കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രസ്താവന തന്നെയാണ്. അത് ഇറാൻ്റെ സിവിലൈസേഷൻ പൂർണ്ണമായും തകർത്ത് ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുകയും ചെയ്തിട്ട് അവരെ നരകം കാണിക്കുമെന്ന് പറയുക. അതോടൊപ്പം തന്നെ ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത രീതിയിലേക്ക് 47 വർഷത്തെ ആ ഒരു സംഭവം തന്നെ ഇല്ലാണ്ടാക്കുമെന്നൊക്കെ ട്രംപിൻ്റെ ആ ഒരു പ്രസ്താവന, ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ പ്രസ്താവന, അത് ചെറുതായിട്ടൊന്നുമല്ല ഒരു ഓളം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല ആളുകളും ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ, ഫോർമർ വൈസ് പ്രസിഡൻ്റായ കമല ഹാരിസ് ഉൾപ്പെടെ ട്രംപിനെതിരെ തിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ട്രംപിനെ ഒരു ഭ്രാന്തൻ എന്ന് വരെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രംപ് ഇനി ഒരിക്കലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാൻ പോലും അർഹനല്ല, യോഗ്യനല്ല എന്ന് പോലും അവിടുത്തെ പല ആളുകളും പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം more than 85 House Democrats have called for President Trump to be impeached or removed via the 25th Amendment as of Tuesday evening എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് സീസ്ഫയർ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ നിലപാടിൽ നിന്നും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യക്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് 25th Amendment? അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാമല്ലോ. എന്താണ് 25th Amendment എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. പ്രസിഡന്റിന് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് വൈസ് പ്രസിഡന്റിന് വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം. അതായത് പ്രസിഡന്റിനെ റിമൂവ് ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാം. വൈസ് പ്രസിഡന്റാണ് ജെ ഡി വാൻസ് നിലവിൽ അമേരിക്കയിലില്ല. വിക്ടർ ഓർബനോടൊപ്പം പര്യടനത്തിൽ നിൽക്കുകയാണ്. അവിടെ 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹംഗേറിയൻസിൻ്റെ ഇലക്ഷൻസ് ആണ്. അപ്പോൾ അവിടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ജെ ഡി വാൻസ് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ പോകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ട്രംപിന് ചിലപ്പോൾ മാറ്റാം. ഇപ്പം ട്രംപിൻ്റെ ആ പോസ്റ്റിന് മറുപടിയായിട്ട് ചിലരിട്ട ട്വീറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. പിയേഴ്സ് മോർഗൻ ഇട്ടൊരു ട്വീറ്റ് ചെയ്താണ്, "This is a brazen pre-admission of genocide against the Iranian people which would obviously become a war crime. Madness." ഭ്രാന്ത് എന്നുള്ളതാണ് പിയേഴ്സ് മോർഗൻ പറഞ്ഞത്. കാൻഡീസ് ഊവൻസ് പറഞ്ഞത്, "The 25th Amendment needs to be invoked. He is a genocidal lunatic. Our Congress and military need to intervene. We are beyond madness." എന്നതാണ് കാൻഡീസ് ഊവൻസ് പറഞ്ഞത്. അങ്ങനെ ട്രംപിനെതിരെ ശക്തമായ രീതിയിൽ നിൽക്കുന്നുണ്ട്. കമല ഹാരിസിൻ്റെ പോസ്റ്റ് വ്യക്തമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കണം. "The President of the United States is threatening to commit war crimes and wipe out a whole civilization, all because he started a disastrous war of his own making and had no plans and no strategy of how to end it." വ്യക്തമല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ട്രംപായിട്ട് ഉണ്ടാക്കി വെച്ച യുദ്ധമല്ലേ ഇത്? എന്നാൽ അത് ഇങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. ഉണ്ടാക്കി വെക്കുക അറിയാം, അവസാനിപ്പിക്കുക അറിയില്ല. "This is aberrant and the American people do not support this. Trump's recklessness is needlessly putting our brave service members in harm's way, destroying America's global standing and making life even more unaffordable for the American people." ഇത് കാരണം ഉണ്ടാക്കിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ചെറുതൊന്നും അല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കമല ഹാരിസ് ട്രംപിനെതിരെ തിരിയുന്നുണ്ട്. ആന്റണി സ്കാരാമുജി പറയുന്നത്, "Wake up, he is calling for a nuclear strike, seek his removal immediately" എന്നുള്ളതാണ്. അമേരിക്കൻ പൂർണ്ണമായിട്ടും ട്രംപിനെതിരെ തിരിയുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് മാറുന്നത്. ഒരു ഫോർമർ കോൺഗ്രസ് വുമൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. "25th Amendment, not a single bomb has dropped on America. We cannot kill an entire civilization. This is evil and madness" എന്നുള്ളതാണ് പറയുന്നത്. സോ അങ്ങനെ ട്രംപിനെതിരെ തിരിഞ്ഞവർ എത്രയോ പേർ ഇതുപോലെ ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഗവർണർ ന്യൂസും പ്രസ് ഓഫീസിൽ നിന്നും ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്, "The Vice President is abroad campaigning for a dictator." അതാണ് ഈ ഹംഗേറിയൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. "The President is threatening to wipe out an entire civilization. Congress is on wreckage. This is a total collapse of American moral leadership at a historic scale" എന്നുള്ളതും കൂടി വ്യക്തമാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇത് പ്രശ്നമാണ്. ജോൺ ഫെബ്രുവരിയുടെ ഒരു ട്വീറ്റ് കൂടി ഉണ്ട്, നമുക്കത് നോക്കാം. "Everyone can call for impeachment and the 25th Amendment all we want. But as ever, Trump will remain in office because Republicans want him there. Their party must be annihilated in the next election and the election after that. It's the only way" എന്നുള്ളതാണ് പറയുന്നത്. റിപ്പബ്ലിക്സ് want him there എന്നൊക്കെ പറയുന്നത്. പക്ഷേ ട്രംപിനെതിരെ പൂർണ്ണമായും തിരിയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ പോവുകയാണോ? നിർണായകമായ ചോദ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.